ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വലിയ നോമ്പിന്റെ 30-ാം ദിനം ക്രിസ്തു കരുണയുടെ സങ്കേതം എന്ന വിഷയമാണല്ലോ നാം ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് ഇതിന് ആധാരമായി ലഭിച്ചിരിക്കുന്നത്. കാരുണ്യത്തിന്റെ കലവറയായ യേശുക്രിസ്തുവിനെ ഈ വാക്യങ്ങളിലൂടെ നമുക്ക് കാണാം. ബേഥസ്ത എന്ന കുളക്കരയിൽ കിടക്കുന്ന ഒരു രോഗിയുടെ കഥയാണ് പ്രതിപാദ്യ വിഷയം. ബേഥസ്ത എന്ന പദത്തിന് അർത്ഥം കരുണയുടെ ഭവനം എന്നാണ്. എന്നാൽ ഈ കുളക്കരയിലെ അവസ്ഥ പേരിൽ മാത്രം കരുണയുള്ള ഒരു കുളമായി കാണാം. 2-ാം വാക്യത്തിൽ നാം കാണുന്നത് അവിടെ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടമുണ്ട്. പേരിന് ചേരാത്ത വിധത്തിലുള്ള സാഹചര്യമാണ്. ക്രിസ്ത്യാനി എന്ന പേരിന്റെ അർത്ഥം പേറുവാൻ കഴിയാതെ ഇരിക്കുന്നവരാണോ നാം? ശാരീരികമായും ആത്മീയമായും കഷ്ടപ്പെടുന്നവർക്ക് ഈ നോമ്പുകാലത്ത് പുനഃസ്ഥാപനത്തിന്റെ സുവിശേഷം അറിയിക്കുവാൻ നമുക്ക് കഴിയുമോ? യേശു ക്രിസ്തു യെരുശലേമിലേക്ക് ഉത്സവത്തിന് പോകുന്ന വഴിയാണ് ഇവിടെ കൂടി അവൻ കടന്നു പോകുന്നത്. എന്നാൽ ഉത്സവത്തിന്റെ കാഴ്ചകളെക്കാൾ അധികം യേശു കാണുവാൻ ശ്രമിച്ചത് മറ്റാരും കാണാത്ത കാഴ്ചകളാണ്. 38 വർഷമായി മറ്റുള്ളവരുടെ സഹായത്തിനായി കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ ആരും സഹായത്തിനെത്തുവാനില്ലാതെ ഇരിക്കുന്ന കാഴ്ച യേശു കണ്ടു. നമ്മുടെ കാഴ്ചയും നോട്ടവും എന്താണ്? ഉത്സവത്തിന്റെ മേളങ്ങളിലേക്കോ നമ്മുടെ മുഖത്തേക്ക് നോക്കുന്ന മറ്റുള്ളവരുടെ ദയനീയ നോട്ടത്തിലേക്കോ അതോ നമ്മിലേക്ക് തന്നെയാണോ? യേശു ആ മനുഷ്യനോട് ഒരു ചോദ്യം ചോദിക്കുന്നു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അതോ എന്നോ ഇല്ല എന്നോ പറയേണ്ട ആ ചോദ്യത്തിന് ആ മനുഷ്യൻ പറയുന്ന ഉത്തരം വളരെ ശ്രദ്ധേയമാണ്. എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. വെല്ലുവിളികളോട് പൊരുതുവാനാവാതെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞ ഒരു മനുഷ്യൻ ഇനി മുൻപോട്ട് തനിക്ക് ഒന്നുമില്ല എന്ന നിരാശയിലൂടെ കടന്നു പോകുന്ന ഒരുവന്റെ നിരാശയുടെ സ്വരമാണ് ആ ഉത്തരത്തിലുള്ളത്. ഈ നോമ്പുകാലത്ത് പ്രതികൂലങ്ങളെ മറികടക്കുവാൻ ക്രിസ്തുവിന്റെ സഹായം നമ്മോടൊപ്പം ഉണ്ടാകും എന്ന വിശ്വാസം വളർത്തിയെടുക്കേണ്ടത്. ജീവിത വഴികളിൽ വെല്ലുവിളികളും ബുദ്ധിമുട്ടും എല്ലാം നേരിടും. അപ്പോഴൊക്കെയും ക്രിസ്തുവിൽ കരുണയുടെയും സേവനത്തിന്റെയും പ്രത്യാശ കാണുവാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ അർത്ഥപൂർണമായ ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. സൗഖ്യം എന്ന ലക്ഷ്യത്തിലെത്തുവാൻ നമുക്ക് കഴിയൂ. ഈ രോഗി തന്റെ ലക്ഷ്യം പലപ്പോഴും മറന്നുപോയി. അവന്റെ ലക്ഷ്യം സൗഖ്യം എന്നതായിരുന്നു. എന്നാൽ അവൻ മറ്റുള്ളവർ സഹായിക്കുമോ എന്ന് നോക്കിക്കൊണ്ടേ കിടന്നു. നമ്മളൊക്കെയും പലപ്പോഴും മറ്റുള്ളവരുടെ സഹായം നോക്കി കിടക്കുന്നവരാണ്. എന്നാൽ ഒരു കാര്യം ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്നാണ്. യേശു വന്നപ്പോൾ അവന് സഹായം ലഭിച്ചു. ഈ നോമ്പിൽ യേശുവിനെ നോക്കുവാൻ നമുക്ക് കഴിയണം. മനുഷ്യരിലല്ല, യേശുവിൽ തന്നെയാകട്ടെ നമ്മുടെ നോട്ടം. യേശു ക്രിസ്തുവിന്റെ കരുണ പ്രാപിക്കുകയും കരുണയുള്ള മുഖത്തേക്ക് നോക്കുകയും ആ കരുണ മറ്റുള്ളവരിലേക്ക് എത്തുകയും ചെയ്യുന്നതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.